കോഴിക്കോട് മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ മറവിൽ നടന്ന കാനന യാത്രയ്ക്ക് വനം വകുപ്പ് അനുമതി നൽകിയത് സകല ചട്ടങ്ങളും ലംഘിച്ചെന്ന് പരിസ്ഥിതി സംഘടന ഗ്രീൻ മൂവ്മെന്റ്. വനംവകുപ്പ് നടപടിക്കെതിരെ മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറി അടക്കമുള്ളവർക്കും പരാതി നൽകിയിരിക്കുകയാണ് സംഘടന. മന്ത്രി മുഹമ്മദ് റിയാസ് പ്രത്യേക താൽപ്പര്യമെടുത്തായിരുന്നു വെള്ളരിമലയിലേക്കുള്ള യാത്ര സംഘടിപ്പിച്ചത്. മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ ഭാഗമായാണ് ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ വെള്ളരിമലയിലേക്ക് യാത്ര സംഘടിപ്പിച്ചത്. 100 പേർക്ക് അവസരമെന്ന പരസ്യം നൽകി 200 രൂപ രജിസ്ട്രേഷൻ ഫീസോടുകൂടി ബുക്കിംഗ് നടത്തിയാണ് കാനനയാത്ര ടൂറിസം വകുപ്പ് ആസൂത്രണം ചെയ്തത്. സഹ്യപർവ്വത നിരയിലെ പ്രധാന കൊടുമുടിയായ വെള്ളരിമലയിലേക്കുള്ള പ്രവേശനം വർഷങ്ങൾക്ക് മുൻപ് തന്നെ നിരോധിച്ചതാണ്. മനുഷ്യർ കാട്ടിലേക്ക് പ്രവേശിച്ചാൽ കാടിന്റെ സ്വാഭാവികതയ്ക്ക് അത് കോട്ടം വരുത്തുമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു യാത്രാവിലക്ക്. എന്നാൽ ആ വിലക്ക് ലംഘിച്ചുകൊണ്ടാണ് ഈ കാനനയാത്ര നടത്തിയതെന്നാണ് വസ്തുത. എന്നാൽ വിഷയത്തിൽ വനംവകുപ്പ് നൽകുന്ന വിശദീകരണം വിത്തുണ്ടെറിയലെന്ന പരിപാടിയാണ് നടത്തിയതെന്നാണ്. എന്നാൽ അതും വസ്തുതാവിരുദ്ധമാണെന്നാണ് പരിസ്ഥിതി സംഘടന ഗ്രീൻ മൂവ്മെന്റ് പറയുന്നത്. കാട്ടിലേക്ക് അചുംബിതമായിട്ടുള്ള സഹ്യപർവ്വത സാനുക്കളിലേക്ക് മനുഷ്യരുടെ സാന്നിധ്യം തന്നെ അപകടകരമാണ്. അതുമല്ല, വന്യമൃഗങ്ങൾ അധിവസിക്കുന്ന ഒരു പ്രദേശത്ത് കൂടെ ജനങ്ങൾ വനംവകുപ്പിൻ്റെ അനുമതിയോടുകൂടിയാണെങ്കിൽ പോലും യാത്ര തെറ്റായിരുന്നു. ആ യാത്രയെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് 2 റിസോർട്ടുകളാണ്. സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ മരവിത്തെറിയൽ എന്നുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ നടത്തം സംഘടിപ്പിച്ചത്. പക്ഷേ അവർ പ്രചരിപ്പിച്ച നോട്ടീസുകളിലോ അല്ലെ അവർ സാമൂഹിക മാധ്യമങ്ങളുടെ ഒരുപാട് പ്രചരണം നടത്തിയിട്ടാണ് ഇത്രയും ആൾക്കാരെ 200 രൂപ നൽകി ബുക്ക് ചെയ്യാൻ വേണ്ടി ആഹ്വാനം ചെയ്തത്. അപ്പോൾ അതിലൊന്നും തന്നെ ഈ മരവിത്ത് എറിയുക എന്നുള്ള ഒരു പരിപാടി പറയുന്നില്ല. ഇത്തരം യാത്ര സംഘടിപ്പിക്കുന്നത് ചില റിസോർട്ടുകളുടെ വ്യാപാര താൽപര്യത്തിന് വേണ്ടിയാണെന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നത്. സഹ്യപർവ്വത സാനുക്കളിലേക്കുള്ള യാത്രാനുമതി നൽകിയ ഉദ്യോഗസ്ഥരെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും വിത്തുണ്ടെറിയൽ പോലുള്ള പ്രഹസനങ്ങൾ അവസാനിപ്പിക്കണമെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഗ്രീൻ മൂവ്മെന്റ് മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയത്. പരാതിക്ക് മേൽ നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ കോടതിയെ സമീപിക്കാനാണ് ഗ്രീൻ മൂവ്മെന്റിന്റെ തീരുമാനം. ജനം, കോഴിക്കോട്.